നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുഴമീൻ കറിയാണ്. നമുക്ക് ഈ മഴക്കാലത്ത് വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു മീനാണിത്. തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് ഇതിനെ തേടെന്ന് പറയും. നമ്മളിവിടെ എറണാകുളംകാരി ഇതിനെ കൂരി എന്ന് പറയും. ഈ കൂരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഉള്ളി ഒരു 7 എണ്ണം, ഇഞ്ചി ഒരു കഷ്ണം, പച്ചമുളക് ഒരു 3 എണ്ണം, വെളിച്ചെണ്ണ 4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി ഒരു 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, കുടംപുളി ഒരു 3 കഷ്ണം, അതുപോലെ തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് നമുക്കിതിനായിട്ട് വേണ്ടത്, കറിവേപ്പില 2 തണ്ട്, മീൻ 1/2 കിലോ. നമുക്കിതിനായിട്ട് ആദ്യം ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി നമുക്ക് മിക്സിയിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ അതിനായിട്ട് വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ആദ്യമായിട്ട് ഒഴിക്കുന്നത്. അടുത്തത് നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന ചേരുവകൾ അതാണിപ്പോൾ ചട്ടിയിലേക്ക് ഇട്ടത്. ഇനി നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി വഴറ്റുക. ഇത് പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടി നമുക്കൊരു പൊടിക്കൈ വേണം ചെയ്യുക. ഒരു അല്പം ഉപ്പ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയാൽ പെട്ടെന്നൊന്ന് വഴറ്റി വരും. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കണം, നമ്മൾ കറിക്ക് ഉപ്പിടുമ്പോൾ അതനുസരിച്ച് വേണം ഇനി ഉപ്പിടാനായിട്ട്. അതിലേക്ക് നമ്മൾ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ. ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഇപ്പം അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ കുടംപുളിയും വെള്ളവും കൂടിയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തത്. 3 കഷ്ണം കുടംപുളി എടുത്ത് ആ വെള്ളത്തിലിട്ടിരുന്ന് അത് ഒരുമിച്ചാണ് നമ്മൾ അതിലേക്ക് ഇട്ടത്. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. അരമുറി തേങ്ങയുടെ പാലാണ് നമ്മൾ അതിനായിട്ട് എടുത്തു വെച്ചിരുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി ഒരല്പം കൂടി വെള്ളം കൂടി ചേർക്കാം. ഇത് കൂരി അതിൽ കിടന്ന് വേണ്ടതാണ്. അതിപ്പോൾ നമ്മളെ കൂരി വേവിക്കാനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അരപ്പിലേക്ക് നമ്മൾ കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂരി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇടാം. നമ്മളിപ്പോൾ ഇവിടെ പാകം ചെയ്യുന്നത് ചുണ്ടൻ കൂരിയാണ്. ഇതുപോലെ മഞ്ഞക്കൂരിയുണ്ട്, വെള്ളക്കൂരിയുണ്ട്, അതുപോലെ നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്നത് ഏട്ടക്കൂരിയാണ്. ഇപ്പം നമ്മൾ ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വെന്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളിപ്പോൾ വേപ്പിലിട്ടിരിക്കുന്നത്. ഇനി നമ്മളൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിക്കണം. അതിനായിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. അതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കൂരിക്കറി നന്നായിട്ട് തിളച്ച് പറ്റി വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. നമ്മൾ ഈ കൂരിക്കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ ദിവസം കഴിയും തോറും ടേസ്റ്റ് വർദ്ധിച്ചു വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് 1-2 ദിവസം നമുക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം.
നിങ്ങളിപ്പോൾ കണ്ടതുപോലെ അധികം ചേരുവകളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒന്നാണിത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ള ഫാമിലിയുള്ള എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ബെൽ ബട്ടണും അമർത്തുക. വീണ്ടും നല്ലൊരു രുചികരമായ വിഭവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരേക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.